ശൈശവദശയിലുള്ള അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് എന്ത് തീറ്റ കൊടുക്കുമെന്നാണ് പല കർഷകരുടെയും അടിസ്ഥാന പ്രശ്നം. മുട്ട വിരിഞ്ഞു വരുന്ന ഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന ജൈവ ആഹാരമാണ് ജന്തുപ്ലവകങ്ങൾ. ഇവയിൽ ഏറ്റവും കുറഞ്ഞ സമയവും മുതൽ മുടക്കും കൊണ്ട് ഉത്പാദിപ്പിക്കാവുന്നവയാണ് പാരാമീസിയം. പാരാമീസിയം തയ്യാറാക്കുവാൻ ആദ്യം അവയുടെ പ്യുവർ സ്റ്റോക്ക് ആവശ്യമാണ്. ഇവ മറ്റ് ഫാമുകളിൽ നിന്നോ ഫിഷറീസ് ട്രെയിനിങ് സെന്ററിൽ നിന്നോ വാങ്ങേണ്ടതാണ്. അണുനശീകരണം നടത്തിയ 10 ലിറ്റർ ജലത്തിൽ 1 ഗ്രാം പാൽപ്പൊടിയോ 40 തുള്ളി പാലോ ഒഴിച്ച മിശ്രിതത്തിലേക്ക് പാരാമീസിയം പ്യുവർ സ്റ്റോക്ക് നിക്ഷേപിക്കുക. ഈ ജലത്തിൽ മറ്റു പ്രാണികൾ മുട്ട ഇടാതിരിക്കുവാൻ ബക്കറ്റിന്റെ ഉപരിഭാഗം അടച്ചുവെക്കണം. 24 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 4-ാം ദിവസം പാരാമീസിയം തയ്യാറാവും. ഇനി അവയെ ശേഖരിക്കുവാനായി ഒരു ഉപകരണം തയ്യാറാക്കണം. അതിനായി ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപരിഭാഗം മുറിച്ചെടുത്ത് മറ്റൊരു കുപ്പിയുടെ വായുമായി ചേർത്ത് ഒട്ടിക്കണം. ഇതിനായി എംസീൽ പോലെയുള്ള പശകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം പശ ഒട്ടിച്ച ഭാഗത്ത് സെലോ ടേപ്പ് കൊണ്ട് സീല് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കിയ ഉപകരണത്തിലേക്ക് പാരാമീസിയം അടങ്ങിയ ജലം ഒഴിക്കുക. കുപ്പിയുടെ വായ് വരെ നിറച്ച ശേഷം ഒരു റെക്രോൺ വൂൾ കുപ്പിയുടെ വായ് ഭാഗത്ത് തിരികെ വയ്ക്കുക. അതിനുശേഷം റെക്രോണിന്റെ മുകൾ ഭാഗത്ത് പുതിയ ജലം ഒഴിച്ച് നിറയ്ക്കുക. മൂന്ന് മുതൽ 6 മണിക്കൂറിനുള്ളിൽ അടിഭാഗത്തെ ജലത്തിൽ നിന്നും പാരാമീസിയം റെക്രോണിലൂടെ മുകളിലെത്തും. പുതിയ ജലത്തിൽ എത്തുന്ന പാരാമീസിയത്തെ ഒരു സിറിഞ്ചോ ഫില്ലറോ ഉപയോഗിച്ച് ശേഖരിച്ച് മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇതിൽ നിന്ന് ഒരു ഭാഗം അടുത്ത പാരാമീസിയം ഉത്പാദനത്തിന് സ്റ്റോക്കായി ഉപയോഗിക്കാവുന്നതാണ്. ടെട്ര, ഫൈറ്റർ, ഗൗരാമി പോലെയുള്ള മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉത്തമ ആഹാരമാണ് പാരാമീസിയം. പാരാമീസിയം അടങ്ങിയ ഒരു തുള്ളി ജലം സൂക്ഷ്മദർശനിലൂടെ നോക്കിയാൽ അവ ഓടിക്കളിക്കുന്നത് കാണാം.